നമസ്കാരം. നമസ്തേ. സീനിയർ പ്രൊഫസർ ഡോക്ടർ സുരേഷ് കെ ഗുപ്തൻ, ഡയറക്ടർ AIMRC, പ്രിൻസിപ്പൽ സയൻറ്റിസ്റ്റ്. ഇന്ന് ഞങ്ങളുടെ പ്രത്യേക ഗവേഷണ ഫലങ്ങൾ AIMRC ആരോഗ്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ റിസർച്ച് സെൻറ്റർ, an orthomolecular medical research center only in India, an autonomous international prestige medical institute category. ഇന്ന് മെയ് 22, 2026 ലോകം മുഴുവൻ അനുഭവിക്കുന്ന മിക്കവാറും 100-ൽ 55% പേർക്കുമുള്ള ഒരു ഗുരുതര അവസ്ഥയാണ് ആട്ടോ ഇമ്മ്യൂൺ ഡിസീസ്. തങ്ങളുടെ പ്രതിരോധ ശക്തി തങ്ങൾക്കെതിരെ തന്നെ പ്രവർത്തിക്കുക, തങ്ങളുടെ പ്രതിരോധ സംവിധാനം തിരിഞ്ഞു കുത്തുക, നമ്മളുടെ ആയുധങ്ങൾ നമ്മുടെ ആയുധങ്ങൾ തിരിച്ച് ആക്രമിക്കപ്പെടുക. ഈ അവസ്ഥ ഒരുപാട് മനുഷ്യരിന്ന് അനുഭവിക്കുന്നു. ഇതിനൊരു ശരിയായ സൊല്യൂഷൻ ഇന്നും മോഡേൺ മെഡിസിനോ അലോപ്പതിയിലോ ആധുനിക വൈദ്യശാസ്ത്രത്തിലോ ഇല്ല. തട്ടിയും മുട്ടിയും പല ഡോക്ടർമാരും എന്തെങ്കിലുമൊക്കെ ചില മരുന്നുകൾ തന്ന് ഈ രോഗത്തിന്, ആട്ടോ ഇമ്മ്യൂൺ ഡിസീസിന് ചികിത്സയില്ലെന്നും പറഞ്ഞ് അയക്കുന്നു. അതിനുള്ള സൊല്യൂഷൻ കണ്ടുപിടിക്കപ്പെട്ട് കഴിഞ്ഞു. ഞങ്ങളുടെ ഗവേഷണത്തിൽ ഇതൊരു നീണ്ട 35 കൊല്ലത്തെ പഠനങ്ങളാണ്, ഗവേഷണങ്ങളാണ്. 1, 2, 3 ദിവസം കൊണ്ട് ഒരിക്കലും ഒരു രോഗത്തിന് മരുന്നോ അതിൻ്റെ മൂലകാരണമോ ജനിതക കാരണമോ അതിൻ്റെ ഫൗണ്ടൻ പെന്നോ കണ്ടുപിടിക്കുക സാധ്യമല്ല. ഒരു ഗ്രൂപ്പ് ഓഫ് സമർപ്പണം ചെയ്ത കുറേ ശാസ്ത്രജ്ഞരാണ് ഇന്ന് ലോകത്തിൻ്റെ മുതൽക്കൂട്ട്. അവർക്കോ ലോകത്തൊരു വിലയുമില്ലതാനും. ഈ ഗണത്തിൽപ്പെടുന്ന ഞങ്ങൾക്ക് ആട്ടോ ഇമ്മ്യൂൺ ഡിസീസ് അഥവാ ഈ പ്രത്യേക അവസ്ഥയുടെ കാരണം മൈക്രോ ന്യൂട്രിയൻസ് അഥവാ സൂക്ഷ്മ പോഷകങ്ങളാണെന്ന് ഞങ്ങൾ ഗവേഷണത്തിൽ കണ്ടെത്തി. ആ പോഷകങ്ങളാണ് B9 ഫോളിക് ആസിഡ്, B12 കൊബാലമിൻ, അയൺ എന്ന ധാതുവും. അയൺ കുറഞ്ഞാൽ, ഇരുമ്പിൻ്റെ അംശം കുറഞ്ഞാൽ രക്തത്തിലെ ഓക്സിജൻ്റെ സപ്ലൈ നിൽക്കും, കോശങ്ങൾക്ക് വേണ്ടത്ര ഓക്സിജൻ കിട്ടില്ല, അനീമിയ എന്ന് പറയുന്ന രക്തക്കുറവിലേക്ക് പോകും. ഈ 3 ധാതുക്കളുമാണ് ആട്ടോ ഇമ്മ്യൂൺ ഡിസീസിൻ്റെ മൂലകാരണമെന്നും ഈ ആട്ടോ ഇമ്മ്യൂൺ രോഗപ്രതിരോധ സംവിധാനം തിരിഞ്ഞു കുത്തുന്ന രോഗികളിൽ ഈ 2 മൈക്രോ ന്യൂട്രിയൻറ്റും ഒരു എലമെൻ്റ് അഥവാ ധാതുവും കളിക്കുന്നു എന്നാണ് ഞങ്ങളുടെ കണ്ടെത്തൽ. ഈ B9 ഫോളിക് ആസിഡ് നമുക്ക് പ്രകൃതിയിൽ തന്നെ കോളിഫ്ലവർ, ഓറഞ്ച്, മൂസമ്പി, തണ്ണിമത്തൻ എന്നതിലൊക്കെ ഇലക്കറികൾ ധാരാളമുണ്ട്. B12 പാലുൽപ്പന്നങ്ങളിലും മാംസാഹാരത്തിലും എഗ്ഗ് പോലുള്ള ഭക്ഷണങ്ങളിലുമുണ്ട്. അയൺ ഇത് ഉണങ്ങിയ പഴങ്ങളിലും മാതളം അഥവാ ഉറുമാമ്പഴം പോലുള്ള പൊമിഗ്രാനൈറ്റ് പോലുള്ള പഴങ്ങളിലും, ഇലക്കറികൾ ചീര, മുരിങ്ങ, മത്തൻ്റെ ഇല, ചേമ്പ്, ചേന, താള്, തകര പോലുള്ള ഇലക്കറികളിൽ അയൺ ധാരാളം അടങ്ങിയിട്ടുണ്ട്. പച്ചക്കറികൾ പകുതി വേവിച്ച് തിന്നണം, അല്ലെങ്കിൽ പച്ചയ്ക്ക് കഴിക്കണം, അയൺ ലെവൽ കൂടും. ഈ 3 പ്രധാനപ്പെട്ട പോഷണങ്ങളാണ് ആട്ടോ ഇമ്മ്യൂൺ ഡിസീസിൻ്റെ പിന്നിലെന്നും ഇത് സഫിഷ്യൻ്റ് ആക്കിയാൽ നിങ്ങളുടെ രോഗപ്രതിരോധ സംവിധാനം തിരിഞ്ഞുകുത്തുന്ന ആ അവസ്ഥയിൽ നിന്ന് മാറ്റം വരാമെന്നാണ് ഗവേഷകരായ ഞങ്ങളുടെ കണ്ടെത്തൽ. അടുത്ത പ്രധാന കണ്ടെത്തലാണ് 100-ൽ 60 പേർക്കും ഇന്ന് 40 വയസ്സ് കഴിഞ്ഞാൽ ഫാറ്റി ലിവറാണ്. പലർക്കും ഇന്ന് 18 വയസ്സ് കഴിഞ്ഞാൽ തന്നെ ഗ്രേഡ് 1, 2, 3 ദെൻ ലാസ്റ്റ് ലിവർ സിറോസിസ് എന്ന് പറയുന്ന 5 ഘട്ടങ്ങളായാണ് ശരീരത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ അവയവമായ കരൾ. ഒരു മനുഷ്യൻ്റെ ശരീരത്തിലെ പത്തായം അഥവാ ഏറ്റവും പ്രധാനപ്പെട്ട കരൾ നന്നായാൽ എല്ലാം നന്നായി. കണ്ണേ കരളെ എന്ന് പറയുന്നത് പോലെ കരളും കണ്ണും അത്രയ്ക്ക് പ്രാധാന്യമേറിയതാണ് മനുഷ്യന്. ആ നിലയ്ക്ക് കരളിൻ്റെ ഫാറ്റി ലിവറിൻ്റെ മൂലകാരണം ഞങ്ങൾ കോലിൻ എന്ന് പറയുന്ന ഒരു പോഷണത്തിൻ്റെ കുറവാണെന്നും ഈ കോലിൻ എന്ന് പറയുന്ന പോഷണം എഗ് യോക്ക്, കോഴിമുട്ടയുടെ മഞ്ഞക്കരു, മഷ്റൂം, ചില ബീഫിൻ്റെ ലിവർ, ചിക്കൻ്റെ ബ്രസ്റ്റ് തുടങ്ങിയവയിൽ ധാരാളമായി കണ്ടുവരുന്നു.
അപ്പോൾ തീർച്ചയായും നിങ്ങൾ നാടൻ കോഴിമുടുകയോ കരിങ്കോഴി മുടുകയോ അതിൻ്റെ മഞ്ഞക്കരു കഴിച്ചാൽ നിങ്ങൾക്ക് ലിവർ ഡിസീസുകളിൽ നിന്ന് ഒരു പരിധിവരെ ഇതിൻ്റെ പ്രധാന മൂലകാരണം കരൾ രോഗത്തിൻ്റെ കോലിൻ എന്ന വസ്തുവാണെന്നും ഇത് ആൽക്കഹോളിക് ഫാറ്റി ലിവർ എന്ന് പറയുന്ന അവസ്ഥയുണ്ട്. അത് മദ്യം കഴിക്കാത്തവർക്കും ഫാറ്റി ലിവർ വരാം. എന്തായാലും കരളിൻ്റെ ആരോഗ്യത്തിന് കോലിൻ എന്ന് പറയുന്ന ഈ പോഷണത്തിന് അത്ര പ്രാധാന്യമുണ്ടെന്ന് ഗവേഷകരായ ഞങ്ങൾ കണ്ടെത്തി. ചുരുക്കം പറഞ്ഞാൽ എനിക്ക് ലോകത്തിനോട് പറയാനുള്ളത്, മോഡേൺ മെഡിസിനിൽ റിസർച്ച് നടത്തുന്ന എനിക്ക് നിങ്ങൾ പോഷണ ചികിത്സയിലേക്ക് പോകുക. ഈ ലോകത്തിലെ 90% രോഗങ്ങളുടെയും കാരണം സൈക്കോസൊമാറ്റിക് അഥവാ മനസ്സിൻ്റെയും ശരീരത്തിൻ്റെയും ആരോഗ്യക്കുറവും ഇതിൽ മനസ്സിൻ്റെ ആരോഗ്യവും ഒപ്പം ന്യൂട്രിയൻസ് മൈക്രോ ന്യൂട്രിയൻസ് എന്ന ലഘു പോഷണങ്ങളും മാക്രോ ന്യൂട്രിയൻസും ധാതുക്കളും. അപ്പോൾ നിങ്ങൾ വിറ്റാമിൻസും മിനറൽസും അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിച്ച് അല്ലെങ്കിൽ സപ്ലിമെൻറ്റുകൾ ആവശ്യത്തിന് കഴിച്ച് നിങ്ങൾ ഈ സർവ്വ രോഗങ്ങളിൽ നിന്നും രക്ഷപ്പെടാമെന്നാണ് ഗവേഷകരായ ഞങ്ങളുടെ വിപ്ലവകരമായ കണ്ടുപിടുത്തം. ഇതിൽ മരുന്നുകൾക്ക് കാര്യമായ പ്രയോജനമില്ല. ഇതിൽ ഉറക്കത്തിനും വിശ്രമത്തിനും വ്യായാമത്തിനും സംതൃപ്തിക്കും മാനസിക ആരോഗ്യത്തിനും ആത്മാവിൻ്റെ ആരോഗ്യത്തിനും വളരെയധികം പ്രാധാന്യമുണ്ട് ചികിത്സയിൽ. ഇന്ന് മിക്ക ഡോക്ടർമാരും ആത്മാവിൻ്റെ ആരോഗ്യം, മനസ്സിൻ്റെ ആരോഗ്യം ഇതിന് പ്രാധാന്യം കൊടുക്കുന്നില്ല. ശരീരത്തിൻ്റെ ആരോഗ്യത്തിന് മാത്രമാണ് പ്രാധാന്യം. ഇത് വളരെ തെറ്റാണ്. നിങ്ങളുടെ മനസ്സ് ഡൗണായാൽ, മനസ്സ് താണുപോയാൽ, മന്ദഗതിയിലായാൽ നിങ്ങൾ യുദ്ധത്തിൽ തോറ്റു. ദർ ഈസ് നോ സബ്സ്റ്റിറ്റ്യൂട്ട് ഫോർ ഗട്ട്സ്. ആത്മധൈര്യത്തിനും ആരോഗ്യത്തിനും മാനസിക ആരോഗ്യത്തിനും പകരം വയ്ക്കാൻ ഭൂമിയിൽ ഒന്നുമില്ല. സ്വാഭാവികമായും ശരീരത്തിൻ്റെ ആരോഗ്യവും ശരിയാവും. അതുകൊണ്ട് നിങ്ങൾ കുടലിൻ്റെ ആരോഗ്യം നന്നാക്കുക. ഗട്ട് ബ്രെയിൻ ഗട്ട് ഹേർട്ട് ആക്സിസ്. നിങ്ങളുടെ കുടൽ നന്നായാൽ എല്ലാം നന്നായി, കരൾ നന്നായാൽ എല്ലാം നന്നായി. നിങ്ങൾ പ്രതിരോധ ശക്തി പ്രാപിച്ചാൽ നിങ്ങൾക്ക് സർവ്വ രോഗങ്ങളിൽ നിന്നും ക്യാൻസർ അടക്കം രക്ഷപ്പെടാം. താങ്ക് യു. www.worldrehabilitationorganization.com, arogyaresearch@gmail.com. Thank you. Director AIMRC, Senior Professor Dr. Suresh K. Guptan. Loga Samasta Sugino Bhavantu. Thank you.